നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കെയ്ൻസ് ടെക്നോളജി ലിമിറ്റഡിന്റെ മാർച്ച് പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ വിപണി പ്രതീക്ഷകൾക്കും താഴെയായതിനെ തുടർന്ന് ഇന്ന് കമ്പനിയുടെ ഓഹരി വിലയിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തിയത്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ JP മോർഗൻ ഓഹരിയുടെ റേറ്റിംഗ് കുറച്ചതും തിരിച്ചടിയായി. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 10%-ലധികം ഇടിഞ്ഞ ഓഹരി ബുധനാഴ്ച 3% തിരിച്ചുപിടിച്ചിരുന്നു. സമാന മേഖലയിലെ മറ്റൊരു കമ്പനിയായ ഡിക്സൺ ടെക്നോളജീസ് മികച്ച നേട്ടം കൈവരിച്ചതായിരുന്നു ഇതിന് കാരണം. അനലിസ്റ്റുകൾ പ്രവചിച്ചതിനേക്കാൾ താഴെയാണ് കെയ്ൻസ് ടെക്കിന്റെ വരുമാനവും പ്രവർത്തന ലാഭവും. വരുമാനം പ്രതീക്ഷിച്ച 1508 കോടി രൂപയ്ക്ക് പകരം 1242 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. പ്രവർത്തന ലാഭമാകട്ടെ പ്രതീക്ഷിച്ച 243 കോടി രൂപയ്ക്ക് പകരം 193 കോടി രൂപയായി ചുരുങ്ങി. ലാഭവിഹിതം 16.1% പ്രതീക്ഷിച്ചെടുത്ത് 15.5% മാത്രമാണ് ലഭിച്ചത്. അറ്റാദായം 172 കോടി രൂപ പ്രതീക്ഷിച്ച സ്ഥാനത്ത് 91.2 കോടി രൂപ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. 2026 സാമ്പത്തിക വർഷത്തിൽ 51% വളർച്ച ലക്ഷ്യമിട്ടിരുന്നെങ്കിലും കമ്പനിക്ക് നേടാനായത് 33% മാത്രമാണ്. മാർജിൻ 17% ആയിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നെങ്കിലും അത് 15.8% ഒതുങ്ങി. നാലാം പാദത്തിൽ 1700 കോടി രൂപ വരുമാനം ലഭിക്കുമെന്ന് കമ്പനി നേരത്തെ അവകാശപ്പെട്ടിരുന്നെങ്കിലും യഥാർത്ഥ കണക്ക് 1242 കോടി രൂപയായിരുന്നു. സാമ്പത്തിക വർഷാവസാനം പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും 600 കോടി രൂപയുടെ നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പണം ലഭിക്കാനുള്ള കാലാവധി അഥവാ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 84 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയരുകയും ചെയ്തു. 49% വർധനവ്. കുടിശ്ശിക ലഭിക്കാനുള്ള ദിവസങ്ങൾ അതായത് റിസീവബിൾ ഡേയ്സ് 84 നിന്ന് 134 വർദ്ധിച്ചതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരിച്ചടികൾക്കിടയിലും ചില ശുഭ സൂചനകളും കമ്പനി നൽകിയിട്ടുണ്ട്. ഓർഡർ ബുക്കിലെ വളർച്ച തന്നെയാണ് ഇതിലാദ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 6596.9 കോടി രൂപയായിരുന്ന ഓർഡർ ബുക്ക് നിലവിൽ 8366.3 കോടി രൂപയായി വളർന്നിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ അറ്റകടം 581.3 കോടി രൂപയിൽ നിന്ന് 207.4 കോടി രൂപയെ കുറയുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങൾ വന്നതിനെ തുടർന്ന് JP മോർഗൻ കെയ്ൻസ് ടെക്കിന്റെ റേറ്റിംഗ് ഓവർ വെയ്റ്റ് എന്നതിൽ നിന്നും ന്യൂട്രൽ എന്നതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓഹരിയുടെ ടാർഗറ്റ് പ്രൈസ് 6000 രൂപയിൽ നിന്നും 4000 രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തു. അടുത്ത 2 വർഷത്തെ വരുമാന പ്രവചനത്തിൽ 12 മുതൽ 17% വരെ കുറവാണ് അവർ നടത്തിയിരിക്കുന്നത്. കമ്പനിയുടെ വാഗ്ദാനങ്ങളും യഥാർത്ഥ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം കുറയുന്നതുവരെ ഓഹരിയിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാനാകില്ല എന്ന് JP മോർഗൻ നിരീക്ഷിച്ചു. ഫലങ്ങൾ നിരാശാജനകമാണെങ്കിലും ബാലൻസ് ഷീറ്റിലെ തകർച്ച ശ്രദ്ധിക്കേണ്ടതാണെന്നും CLSAയും വ്യക്തമാക്കുന്നു. എങ്കിലും 4200 രൂപ ലക്ഷ്യവിലയോടെ ഔട്ട് പെർഫോം റേറ്റിംഗ് ആണ് ഇവർ നൽകുന്നത്. നിലവിൽ ഈ കമ്പനിയെ നിരീക്ഷിക്കുന്ന 24 അനലിസ്റ്റുകളിൽ 14 പേരും വാങ്ങാൻ ശുപാർശ ചെയ്യുമ്പോൾ 6 പേർ ഹോൾഡ് ചെയ്യാനും 4 പേര് വിൽക്കാനുമാണ് നിർദ്ദേശിക്കുന്നത്. ഏകദേശം 23,382 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനി 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില 7705 രൂപയും ഏറ്റവും താഴ്ന്ന വില 3295 രൂപയുമാണ്. കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ പരിശോധിക്കുമ്പോൾ 0.19 എന്ന കുറഞ്ഞ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കമ്പനിക്ക് കടബാധ്യതകൾ കുറവാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇൻഡസ്ട്രി PE 33 ടൈംസ് ആയിരിക്കുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്കിന്റെ PE 63 ടൈംസ് ആണെന്നത് വിപണിയിലെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഈ ഓഹരിക്ക് ഇപ്പോഴും ഓവർ വാല്യൂഡ് ആണെന്ന് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 53.9% സെയിൽസ് ഗ്രോത്തും 108% പ്രോഫിറ്റ് വേരിയേഷനും കമ്പനി കൈവരിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധേയമാണ്. എങ്കിലും നിലവിലെ തകർച്ച നിക്ഷേപകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു. നിക്ഷേപത്തിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ കെയ്ൻസ് ടെക്നോളജി നിലവിൽ ഉയർന്ന ലാഭസാധ്യതയും അതോടൊപ്പം തന്നെ വലിയ റിസ്കുമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കമ്പനിയുടെ പക്കലുള്ള 8366 കോടി രൂപയുടെ ശക്തമായ ഓർഡർ ബുക്കും കടബാധ്യതകൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചതും സെമി കണ്ടക്ടർ പോലുള്ള വളർന്നു വരുന്ന മേഖലകളിലെ സാന്നിധ്യവും ദീർഘകാല നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ്. എന്നാൽ മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതും പണമൊഴുക്കിലെ പോരായ്മയും ഇടിവിന് ശേഷം ഓഹരിയുടെ ഉയർന്ന മൂല്യവും വലിയ വെല്ലുവിളികൾ തന്നെയാണ്. അതിനാൽ നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ കമ്പനി അതിന്റെ പ്രവർത്തനക്ഷമത തെളിയിക്കുന്നത് വരെ ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിൽ തുടരുന്നതാണ് ഉചിതം. ഇനി ട്രേഡേഴ്സിനെ സംബന്ധിച്ചും നിലവിൽ കെയ്ൻസ് ടെക്നോളജി പണം നിക്ഷേപിക്കുന്നത് അല്പം റിസ്ക് നിറഞ്ഞ ഒന്നാണ്. സാമ്പത്തിക ഫലങ്ങളിലെ പോരായ്മയെ തുടർന്ന് ഓഹരി വലിയൊരു ഗ്യാപ് ഡൗൺ നടത്തി താഴേക്ക് പോയത് വിപണിയിലെ ശക്തമായ വിറ്റൊഴിക്കൽ സമ്മർദ്ദത്തെയാണ് കാണിക്കുന്നത്.
എങ്കിലും RSI സൂചിക ഇപ്പോൾ ഓവർസോൾഡ് മേഖലയ്ക്ക് അടുത്തായതിനാൽ വിലയിൽ പെട്ടെന്നൊരു ചെറിയ തിരിച്ചുയർൽ പ്രതീക്ഷിക്കാം. നിലവിൽ 3295 to 3350 രൂപ റേഞ്ചിൽ ശക്തമായ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ നിലവാരം തകരുകയാണെങ്കിൽ ഓഹരി ഇനിയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഓഹരി വില ഒരിടത്ത് സ്ഥിരത കൈവരിക്കുന്നതുവരെ ധൃതിപ്പെട്ട് പുതിയ എൻട്രികൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നല്ലത്. ഓഹരി വിലയിൽ ഇനിയൊരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ 3800 to 4000 രൂപ റേഞ്ചിൽ ശക്തമായ റെസിസ്റ്റൻസ് ലെവൽ മറികടക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ വിപണിയിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് തിരികെ വരികയുള്ളൂ. അതേസമയം താഴേക്ക് പോവുകയാണെങ്കിൽ 3290 എന്ന സപ്പോർട്ട് ലെവൽ വളരെയധികം പ്രധാനമാണ്. ഈ നിലവാരത്തിന് താഴേക്ക് വില പോകുന്നത് ഓഹരിയുടെ ട്രെൻഡ് പൂർണ്ണമായും നെഗറ്റീവ് ആകാൻ കാരണമാവുകയും കൂടുതൽ ഇടിവിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. അതിനാൽ നിക്ഷേപകർ ഈ രണ്ട് ലെവലുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.